ചപ്പാത്തിയുടെയും നാനിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ബട്ടർ ചിക്കൻ. ഇന്ന് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടി ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതായത് എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഇത് നമുക്കൊരു 30 മിനിറ്റ് നേരം അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ പീസെല്ലാം വറുത്തെടുക്കാൻ. അതേപോലെ തന്നെ ചിക്കൻ പീസ് വറുത്തെടുക്കുമ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിക്കൻ പീസെല്ലാം നന്നായിട്ട് കറക്റ്റ് പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആയിട്ട് ഡ്രൈ ആയി പോയിട്ടുമില്ല. നല്ല കറക്റ്റ് പാകത്തിന് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ വേണം ചിക്കൻ പീസെല്ലാം വറുത്തെടുക്കാൻ. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ഏലയ്ക്ക, 1 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം, 1 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു കറുവപ്പട്ട കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 2.25 കപ്പോളം കനം കുറച്ചരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഏകദേശം 250 ഗ്രാമാണിത്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞ നിറത്തിലിരിക്കുന്നതിൻ്റെ കാരണം ഞാനത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതിനാലാണ്. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ കറിക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിക്ക് പകരം 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.25 കപ്പ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 450 ഗ്രാമാണിത്. തക്കാളി നല്ല പഴുത്തതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് വരത്തില്ല. ഇനി ഒരു 3-4 മിനിറ്റ് ഈ തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നേരം വരെ. തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നോട്ടെ. അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും അത് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ഇത് നമുക്ക് അരച്ചെടുക്കാൻ.
ഇനി നമ്മൾ നേരത്തെ ഗ്രേവി തയ്യാറാക്കിയ സെയിം പാനിലേക്ക് തന്നെ ഈ അരച്ചതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളി അനുസരിച്ച് അല്പം ഉപ്പിൻ്റെ അളവിൽ മാറ്റം വന്നേക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ബട്ടർ ചിക്കൻ നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡബിൾ ക്രീമാണ്. ഒരു 1/2 കപ്പ് ഡബിൾ ക്രീം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ഒരു ക്രീമി ടേസ്റ്റ് വരുന്നതിന്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഉണങ്ങിയ ഉലുവയില. കസൂരി മേത്തിയുടെ ഇത്രയും ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയുമായ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും ഡബിൾ ക്രീമും ചേർത്താൽ നല്ലതായിരിക്കും. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.